ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മൈദയൊന്നും ചേർക്കാത്ത പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല രുചിയുള്ള പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളം അടുപ്പത്ത് വയ്ക്കുക. അതിന് കറക്റ്റ് കണക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് ഉപ്പിടുക, 1 സ്പൂൺ ഉപ്പിടുക. ഇതിലേക്ക് ഒരു ലേശം റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാനൊരു 1.5 കപ്പ് പാസ്തയാണ് ഇട്ടിരിക്കുന്നത്. ഏത് ഷേപ്പിലുള്ള പാസ്ത ആയാലും കുഴപ്പമില്ല കേട്ടോ. എണ്ണ ഒഴിക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇപ്പോൾ പാസ്ത സോഫ്റ്റ് ആയിരിക്കണം, ഓവറായിട്ട് സോഫ്റ്റ് ആക്കരുത്, എന്നാൽ പാകത്തിന് വെന്തിട്ടുണ്ടാവണം. ആ കവറിൻ്റെ മീതെ എഴുതിയിട്ടുണ്ടാവും എത്ര മിനിറ്റാണ് അത് വേവിക്കേണ്ടത് കേട്ടോ. ഇതുപോലെ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഇതുപോലെ എടുത്തിരിക്കുകയാണത്. ഇപ്പോൾ ഇതാ കടായിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 സ്പൂൺ ഗാർലിക്, അതായത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. നിങ്ങൾ വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കാം, പ്രശ്നമില്ല. അപ്പോൾ 1 സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, 1 വലിയ സ്പൂൺ കേട്ടോ ചേർത്തിട്ടുണ്ട്. അത് വഴറ്റരുത്, അതായത് കളറ് മാറാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ എണ്ണയിലേക്കൊന്ന് പിടിക്കാൻ മാത്രമേ പാടുള്ളൂ, അല്ലാതെ അതിൻ്റെ കളറ് മാറാൻ പാടില്ല. ഗോൾഡൻ കളറൊന്നും ആവരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കുക മാത്രമേ ചെയ്യാവൂ. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇടാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഇടുന്ന വീഡിയോ ഇല്ല കേട്ടോ, മിസ്സായിപ്പോയി. അപ്പോൾ ഞാനിട്ടിരിക്കുന്നത് ഒരു ഹാഫ് ക്യാപ്സിക്കം, പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ പീസ്, പിന്നെ ഒരു വളരെ ചെറിയൊരു സവാള. ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം വഴറ്റേണ്ടത്, ലോ ഫ്ലെയിമിലല്ല. അപ്പോൾ അതൊന്ന് വഴറ്റിയിട്ട് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അല്ലാതെ അത് കുറേ നേരം ഇട്ടിട്ട് ബ്രൗൺ ആക്കുക ഒന്നും പാടില്ല. അതിൽ ആ ക്രഞ്ചിനെസ്, ആ ക്രഞ്ചായിട്ട് ഇരിക്കണം അത് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാവൂ. ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ സാധാരണ മൈദ ചേർത്തിട്ട് ഉണ്ടാക്കുക. പക്ഷേ ഞാൻ മൈദ അല്ല ചേർത്തിരിക്കുന്നത്, ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇങ്ങനെ വടിച്ചിട്ട് എടുത്താൽ മതി. അധികം ആവണ്ട. ഗോതമ്പ് പൊടിയിൽ പിന്നെ നമ്മൾ പാലൊഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നന്നായിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറിൽ കേട്ടോ, 2 ടേബിൾ സ്പൂൺ ബട്ടറിൽ 2 ടേബിൾ സ്പൂൺ ഈക്വൽ ക്വാണ്ടിറ്റിയാണ് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് ആ റോ ടേസ്റ്റ് ഒന്ന് പോകണം. ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റുക. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മൂത്ത മണം വരും കേട്ടോ. എന്നിട്ട് ആ എണ്ണ ബട്ടറൊന്ന് തെളിയും. ഇതിലേക്ക് കുറച്ചായിട്ട് പാലൊഴിക്കുക. ഒരു 1.5 കപ്പ് പാലൊഴിക്കണം. കട്ട കെട്ടാതെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വിസ്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു 1.5 കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഞാനത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുകൊണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, അത് പെട്ടെന്ന് കട്ട കെട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ വിസ്ക് കൊണ്ട് ഇളക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലേക്ക് നിങ്ങൾ ആവശ്യമായിട്ടുള്ള നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണേ, എത്രയാണോ നമ്മൾ ബട്ടർ ഇടണമെന്ന് വെച്ചാൽ അത്രയും ആട്ടിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് പാലിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു പരുവായി. ഇനി ഇതിലേക്ക് പെപ്പർ പൗഡർ, അത് നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ച് കൂട്ടുകുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഇടാം. നമ്മളിപ്പോൾ 1.5 കപ്പാണല്ലോ, അപ്പോൾ 1 ടീസ്പൂണൊക്കെ വേണം. പിന്നെ ചില്ലി ഫ്ലേക്സ്, അത് എത്ര വേണ്ട വെച്ചാൽ അത്ര ഇടാം. ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചിട്ട് ചേർത്താൽ മതി. ഇനി നമ്മൾ വഴറ്റിയിട്ടുള്ള ജസ്റ്റ് സ്റ്റിർ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ പിന്നെ വെജിറ്റബിൾസ് ഇല്ലേ, അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇളക്കുക. വെജിറ്റബിൾസ് ഇങ്ങനെ ഓവറായിട്ട് കുക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി ഈ പാസ്തയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ചീസ് ചേർക്കാം. ചീസ് ഞാൻ മൊസറല്ല ചീസാണ് ചേർത്തിരിക്കുന്നത്. ചീസ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ചീസ് ഇല്ലാതെയും ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയതല്ലേ, അത് കാരണം പ്രശ്നമില്ല.
ഉണ്ടെങ്കിൽ ഒരു പിടി ഞാൻ മൊസറല്ല ചീസ് ചേർത്തിട്ടുണ്ട്. അല്ല മൊസറല്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണ് ഉള്ളത് വെച്ചാൽ അത് ചേർക്കാം കേട്ടോ, ഏതായാലും പ്രശ്നമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പാസ്ത സീസണിങ് ഉണ്ടെങ്കിൽ ഇടാം. അതായത് ഹെർബ്സ് ഇല്ലേ, പിന്നെ ബേസിൽ ലീവ്സ് അല്ലെങ്കിൽ കുറച്ച് ഒരു ലേശം ഒറിഗാനോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമി പാസ്ത റെഡിയായി, നല്ല ക്രീമി ആയിട്ടിരിക്കുന്നു. ഇത് ചൂടോടെ തന്നെ കഴിക്കണം, കാരണം അത് പിന്നെ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ അത് കട്ടിയാവും. അപ്പോൾ നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിന് നല്ലത് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.